വയനാട്ടിലേക്കാണ്, മാനന്തവാടിയിലേക്കാണ്. അവിടെ പിലാക്കാവ് മണിയൻകുന്നിലെ കടുവാ സാന്നിധ്യം, അതിന് പിന്നാലെ വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. നിരവധി വളർത്തുമൃഗങ്ങളെ ഇതിനകം കടുവ കൊന്നു ഭക്ഷിച്ചു എന്നാണ് പരാതി. വനംവകുപ്പ് ചില നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ക്യാമറ ട്രാപ്പുകളും നൈറ്റ് പെട്രോളിംഗും അടക്കമുള്ള സംവിധാനങ്ങളാണ് വനംവകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റിപ്പോർട്ട് കാണാം. രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ പഞ്ചാരക്കൊല്ലിക്കടുത്താണ് മണിയൻകുന്ന്. ഇവിടെയാണ് മറ്റൊരു കടുവയുടെ ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ജനവാസ കേന്ദ്രത്തോട് ചേർന്ന തേയിലത്തോട്ടത്തിനടുത്തായി കടുവ പതിയിരിക്കുന്ന കാഴ്ച പകർത്തിയത് പ്രദേശവാസിയായ വട്ടക്കുനി ബിജു. അവിടെ നിന്നാണ് ഞാൻ കടുവനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കടുവനെ കാണുന്നതിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ പൈപ്പിൽ വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് എന്തൊരു കംപ്ലൈൻ്റ് ആയിട്ട്, പൈപ്പ് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഭാര്യയും കൂടി പൈപ്പ് നോക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് പൈപ്പ് നോക്കി ഇങ്ങനെ തിരിച്ചു വരുന്ന വരവനാണ് അവിടെ വെച്ച് കടുവനെ കാണുന്നത്. ഇത് ഇവിടെ നിന്നാണ് കാണുന്നത്, എൻ്റെ ഭാര്യയാണ് കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്തു ഫോറസ്റ്റുകാരൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കടുവയല്ല, അത് പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് വീഡിയോ കിടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീഡിയോ കിട്ടുകൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു കടുവയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനകം നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിട്ടുണ്ടെന്നാണ് പരാതി. എൻ്റെ മുമ്പ് ഒരു ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതും ഇതേപോലെ എൻ്റെ കണ്ണു മുന്നിൽ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് കടുവയല്ല, അത് വേറെ എന്തോ ഒരു ജീവിയാണ്, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് വേറെ ചേട്ടൻ്റെ പശുവിനെ പിടിക്കുന്നത്. അതും ഞാൻ തന്നെയാണ് കാണുന്നത്. അപ്പോഴും ഞാൻ തന്നെ അത് വിളിച്ച് പറഞ്ഞ് പിന്നെ അപ്പോൾ അവരൊക്കെ വന്ന് നോക്കി, ഡോക്ടർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കടുവയാണ് പിടിച്ചിരിക്കുന്നത്. ഡോക്ടർ തന്നെ അങ്ങോട്ട് എഴുതി. എന്നതിന് ശേഷമാണ് അവർ ഉറപ്പിക്കുന്നത് കടുവയാന്നുള്ളത്. പഞ്ചാരക്കൊല്ലിയിൽ കടുവ രാധയെ കൊലപ്പെടുത്തിയ അനുഭവം ഈ നാടിനുണ്ട്. അതാണ് ആശങ്കയ്ക്ക് കാരണം. എന്തായാലും ഫോറസ്റ്റ് അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നോ അത് ഇവിടെയുള്ള കടുവയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള അങ്ങനെ ഒരു കടുവ കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ രാധേച്ചിനൊക്കെ പിടിച്ച പോലെ എന്തെങ്കിലും കാണണം. അപ്പോൾ ഈ നേരത്തെ കാലത്ത് നിങ്ങൾ വാർത്ത കൊടുത്ത് കഴിഞ്ഞാൽ നടപടി ആക്കാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. 6 ക്യാമറ ട്രാപ്പുകൾ പ്രദേശത്ത് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി പട്രോളിംഗും നടത്തുന്നുണ്ട്. ആശങ്ക വേണ്ട എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഈ കടുവ ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനാൽ തന്നെ പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല മണിയൻകുന്ന് നിവാസികൾക്ക്. പഞ്ചാരക്കൊല്ലിയുടെ അടുത്ത പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ആശങ്ക ഇരട്ടിയാണ് ഇവർക്ക്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യമായി ഇടപെടുന്നില്ല, കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല, പരാതികൾ കേൾക്കുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഇവർക്കുണ്ട്. നോക്കാം ചില പ്രതികരണങ്ങൾ കൂടി. കടുവയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ഈ കടുവ ഇവിടെ ശല്യക്കാരനാണ് എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നെങ്കിലും കാര്യക്ഷമമായിട്ട് ഇടപെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ആടിനും പശുവും തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടുവ ചാടി ആടിനെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അതിൻ്റെ വാലൊക്കെ മുഖത്തൊക്കെ ഉരഞ്ഞ് ഏട്ടനെ ബേക്കോട്ട് വീഴുമായിരുന്നു. അന്ന് ഞങ്ങൾ ഒച്ചപ്പാടാക്കി ജേക്കബ് സെബാസ്റ്റിനെ പോയി കണ്ടിട്ടാണ് ഇവിടെ കുറച്ച് ഏരിയ മാത്രം ഒന്ന് JCB കൊണ്ട് വന്ന് ഇറക്കിയിട്ട് ബാക്കി ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ കയറി വിറക് വെട്ടിക്കുക. അങ്ങനെ കുറച്ച് വെട്ടി തെളിഞ്ഞാൽ ഈ കാട് നിർബന്ധമായിട്ടും വെട്ടിക്കണം, എന്നാലേ വന്യമൃഗശല്യം ഇവിടെ കുറയുള്ളൂ. നഗരസഭ ഇടപെട്ട് നിർബന്ധിച്ചാണ് ഇത്രയെങ്കിലും കാട് വെട്ടിവിടാക്കുക. ഇനിയും കാട് ഇഷ്ടംപോലെ വെട്ടിവിടാക്കാനുണ്ട്. ഈ കാടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നവർ വെട്ടാത്തതുകൊണ്ടാണ് ഈ കടുവകൾക്ക് ഒരു ആനയും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യവും ഒരുപാട് വരുന്നുണ്ട്.